സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 69ാമത്തെ ദശകം, രാസക്രീഡയുടെ അവസാന ദശകമാണ് അത്. 4 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. മനോഹരമായിരിക്കുന്ന വേണുഗാനം, മനോഹരമായിട്ടുള്ള അംഗവിക്ഷേപം ഉണ്ടാക്കുന്ന നൃത്തം, താളമേളങ്ങൾ, കൈ കൊട്ടിയിട്ടുള്ളതായ ചില രംഗങ്ങൾ, അങ്ങനത്തെ നൃത്തങ്ങൾ, കൈകൾ തോളിൽ വയ്ക്കുക മുതലായിട്ടുള്ള നൃത്തരംഗങ്ങളും, കുറേശ്ശെ വസ്ത്രം ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ശൃംഗാരഭാവങ്ങളും ആ രാസക്രീഡയിൽ ഉണ്ടായി. ഇനി പറയുന്നു, സ്പർദ്ധയ എന്നുള്ളത് ആണ് ചില ഗ്രന്ഥത്തിൽ കാണുക. ശ്രദ്ധയ എന്നാണ് കൂടുതൽ നല്ലത് എന്നാണ് അറിവുള്ളവർ. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ മത്സരമാണ്. ഇവിടെ മത്സരമൊന്നുമില്ലല്ലോ. ശ്രദ്ധയ വിരചിതാനുരാഗാനകൃത താരതാര മധുരസ്വരേ നർത്തനേത ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ സമ്മദേന കൃത പുഷ്പവർഷമലമുന്മിഷൻ ദിവിശദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം ശ്രദ്ധയാ വിരചിതാനു ഗാനകൃത താരതാര മധുരസ്വരേ. സ്പർദ്ധയാന്ന് ചില ഗ്രന്ഥത്തിലുണ്ട്. ശ്രദ്ധയാ മനോഹരമായിരിക്കുന്ന, ഏറ്റുപാടിയിട്ട് ഉയർന്നതും താണതും ആയ സ്വരം. അനുഗാനകൃത താരതാര മധുരസ്വരേ. സ്വരങ്ങൾ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, രണ്ടും ഉണ്ടാവുമല്ലോ. ആരോഹണവും അവരോഹണങ്ങളോടും കൂടിയ ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ. ഉയർത്തിയ സ്വരം, താഴ്ത്തിയ സ്വരം. അതുപോലെ തന്നെ തത് സ്ഥാനങ്ങളിലുള്ള മുത്തുമാലകളും രത്നമാലകളും സ്ഥാനം തെറ്റിപ്പോവുക. ഇങ്ങനെ ശ്രമകരമായിട്ട് കൈകൊട്ടിക്കളിയാണെങ്കിലും വേറൊന്നാണെങ്കിലും ശരീരം ഇളക്കി കളിക്കുമ്പോൾ അണിഞ്ഞ മാല ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളകി സ്ഥാനം മാറും ഇല്ലേ. ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ. അണിഞ്ഞതായിട്ടുള്ള മാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റിയിട്ടും ദേവലോകത്തുനിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായിട്ടും കൃതപുഷ്പവർഷ അലം ഉന്മിഷട്ട് കണ്ണ് തുറന്നതും. എന്താ വെച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഈ ദേവന്മാർ പൊതുവേ കണ്ണ് തുറന്നിട്ടേ ഇരിക്കുള്ളൂ എന്നാണ്, ഒരു കണ്ണടക്കില്ല. പിന്നെ തുറന്ന കണ്ണുകളാണ് നല്ലതെന്ന്, അടഞ്ഞ കണ്ണല്ല. കണ്ണെപ്പോഴും തുടർന്നിട്ടും വിടർന്നിട്ടും ഇരിക്കണം. എല്ലാവരുടെയും ഇപ്പം അങ്ങനെ ഇരിക്കില്ലല്ലോ. പക്ഷെ കമലദളം പോലെ വിടർന്ന തുറന്ന കണ്ണുകൾക്കാണ് ഐശ്വര്യം എന്നാണ് പറയുക. ഇവിടെ അങ്ങനെയായിരുന്നു. ഉന്മിഷത്സവധൂകുലം ദിഷതാങ്കുലം. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സ്ത്രീകൾ ദിഷതാം ദേവവർഗവും അങ്ങയിൽ ലയിച്ചു. ചിന്മയേ ത്വയി നിലീയമാനമിവ. ഗോപസ്ത്രീകളോടും അങ്ങയോടും കൂടി അത് കണ്ട് ലയിച്ച പോലെ കാണപ്പെട്ടു എന്നർത്ഥം. മനോഹരമായിട്ടുള്ള ആരോഹണ അവരോഹണങ്ങളോട് ഉയർന്നതും താഴ്ന്നതുമായ സംഗീത ലഹരിയിലും മനോഹരമായിട്ടുള്ള നൃത്തത്തിൽ സ്ഥാനം മാറിപ്പോയ മാലകളോട് കൂടിയതും ലളിതാംഗഹാര ലുളിതാംഗഹാര മണിഭൂഷണേ. മണിഭൂഷണ അലങ്കാരം, മാല, രത്നമാല മുതലായിട്ടുള്ളൊക്കെ ചങ്ങല, ഇതൊക്കെ കഴുത്തിലിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും
സ്ഥാനം മാറി അങ്ങനെ ഇരിക്കേ മുകളിൽ നിന്ന് പുഷ്പമിട്ട് ഇത് സമ്മതേന കൃത പുഷ്പവർഷമലം ഉന്മിഷത്തീക്ഷിതാങ്കുലം കണ്ണടയ്ക്കാത്ത ദേവന്മാർ നോക്കി നിന്നു. ആനന്ദസ്വരൂപിയായിട്ടുള്ള അങ്ങയിൽ ലയിച്ച പോലെ അവർ കാണപ്പെട്ടു. ജ്ഞാനസ്വരൂപിയായിട്ടുള്ള അങ്ങയിൽ ലയിച്ചതുപോലെ അവർ ഇത് നോക്കി നിന്നു. ശരീരത്തെ മറന്നു, പരിസരത്തെ മറന്നു, എല്ലാം മറന്ന് ഭഗവാനിൽ ലയിച്ച പോലെ അവർ ഇത് കണ്ടു നിന്നു. ദേവന്മാർ, ദേവസ്ത്രീകളും. സിന്ന തന്ന തനു വല്ലരീ തദനു കാപി നാമ പശുപാംഗന കാന്തമം സമവലംബതേ സ്മതവ താം ദിഭാരമുകുളേക്ഷണ കാചിതാചലിതകുന്തള നവപടീരസാരകനസൗരഭം വഞ്ചനേന തവ സംശുചുംബ ഭുജമഞ്ചിതോരു പുളകാങ്കുര. അടുത്ത അപ്പുറം പറയുന്നു സിന്ന തന്ന തനുവല്ലരീ തദനു കാപി നാമ പശുപാംഗന. ഒരു പശുപാംഗന, കുറേ സ്ത്രീകളുണ്ടല്ലോ, അതിലൊരുവൾ. കാപി പശുപാംഗന എന്ത് ചെയ്തു? ക്ഷീണിച്ച ശരീരത്തോടു കൂടി. സിന്ന സന്ന തനു വല്ലരി, ക്ഷീണിച്ചതായിട്ടുള്ള ശരീരത്തോട് കൂടിയ വള്ളി പോലത്തെ ശരീരം. സ്ത്രീകളെ പലപ്പോഴും ഈ വള്ളിയായിട്ട് ഉപമിക്കും. വള്ളി മനോഹരമാണെന്നാണ്. ആണ് ഈ കനകലത, സ്വർണ്ണലത, ഹേമലത ഇതൊക്കെ സ്ത്രീകൾക്ക് പേരിടാൻ കാരണം. ലത എന്ന് പറഞ്ഞാൽ വള്ളി എന്നാണല്ലോ അർത്ഥം. മനോഹരമായിട്ടുള്ള വള്ളി നിൽക്കുന്ന സ്വർണ്ണലത എന്നെയുള്ളൂ. ഹേമലത ഒന്ന് സംസ്കൃതമാണ്, മലയാളമാണെന്നേ ഉള്ളൂ. സ്വർണ്ണലത, ഹേമലത, കനകലത എന്നൊക്കെ ലതയെ ചേർത്ത് വെറും ലതയും പേരിടും ഇല്ലേ ചിലപ്പോൾ. വള്ളി അങ്ങനെയും പേര് കേൾക്കാം. അപ്പം ഇതൊക്കെ ഈ വള്ളിയുടെ സ്ത്രീകളുമായിട്ട് ഉപമിക്കുക. ഇളം ശരീരം, ശരിക്കും നിൽക്കാൻ ശരീരം അതുകൊണ്ടാണ് ഞെടി കൊത്തും. വള്ളിയാണെങ്കിലും അമരയാണെങ്കിലും കയ്പയാണെങ്കിലും. അപ്പോൾ വളരെ ലോലമായ ശരീരമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ഈ വള്ളിയായിട്ട് ഉപമിക്കുന്നത്. കാരണം വല്ലരി, അങ്ങനെയുള്ള വള്ളി പോലെയുള്ള ശരീരം, വേർത്ത് തളർന്ന് താൻ ദീപാരം മുകുളേക്ഷണ, കണ്ണുകളൊക്കെ ഇങ്ങനെ കുറേശ്ശെ ക്ഷീണിച്ചടഞ്ഞ് തോളത്ത് തല ചാച്ചു. ഭഗവാന്റെ തോളത്ത് ക്ഷീണം മാറ്റാനായിക്കൊണ്ട് തല ചാച്ചു. താന്തിഭാര മുകുളേക്ഷണ, കണ്ണടച്ച് തവ കാന്തം, ഭഗവാനെ അങ്ങാകുന്ന, ഭഗവാനോടാണല്ലോ പറയണതെല്ലാം. നാരായണീയത്തിൻ്റെ ഏറ്റവും വലിയ സുഖം എന്താ ചോദിച്ചാൽ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ അങ്ങ് 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 എന്നാണ് പറയണത്. ഇതൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് 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 അങ്ങ്. വേറൊരു പുരാണത്തിൽ സൂതൻ കഥ പറയുമ്പോൾ ഭഗവാൻ എന്നാണ് പറയുക. ഭഗവാൻ അങ്ങനെ ചെയ്തു. ഭഗവാൻ ഉവാച. ഇവിടെയോ കൃഷ്ണ അങ്ങ് നേരിട്ടിങ്ങനെ പറയുക, ഭഗവാനോട് ഇങ്ങനെ കഥ പറയുക. അങ്ങ് ഇങ്ങനെയല്ലേ ചെയ്ത്, അങ്ങ് ഇങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങ് ഇങ്ങനെയല്ലേ പെരുമാറിയത്. അത് വല്ലാത്തൊരു സുഖമാണ്. ഗുരുവായൂരപ്പൻ മുമ്പിലങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം ദർശനം കൊടുത്തതേ. അപ്പം തവകാന്തമംസം, ഗുരുവായൂരപ്പ അങ്ങ് എന്ത് മിഴികൾ കൂമ്പി അങ്ങയുടെ തോളത്ത് തല ചാച്ചു. കാചിത് ആചലിത കുന്തള അഞ്ചിതോരു പുളകാങ്കുര, വേറൊരാൾ തലമുടിയൊക്കെ അഴിഞ്ഞ്, വാർമുടിക്കെട്ട തലമുടി അഴിഞ്ഞ് മേലാകെ കോരിത്തരിച്ച് നവപടീരസാരകന സൗരഭം തവഭുജം, മനോഹരമായിരിക്കുന്ന അങ്ങയുടെ കൈകൾ ചുംബിച്ചു. തവഭുജം സഞ്ചുചുംബ, എങ്ങനെ ചുംബിച്ചു? അത് സുഗന്ധം ആസ്വദിക്കുക, തല ചായ്ക്കുക എന്ന രീതിയിൽ ചുംബിച്ചു. കയ്യിൽ തല ചായ്ക്കുകയാണ് ചെയ്തത്. വേറെ ഒരുവൾ കയ്യിൽ തല ചാച്ചു എന്നാണ് വരുത്തിയത്. ശരിക്കും ആ കയ്യിൻ്റെ സുഗന്ധം ആസ്വദിക്കുകയാണ് ചെയ്തത്. വഞ്ചനേന, മറ്റൊരാളെ ബോധിപ്പിക്കുകയായി. വഞ്ചനേന കയ്യിൽ ചാഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് ബോധിപ്പിച്ചു. സത്യം എന്താ?
ചുംബിക്കുകയാണ്, കൈകൾ ഉമ്മ വയ്ക്കാൻ. വഞ്ചനേന തവ സഞ്ചുചുംബ ഭുജം, തവ ഭുജം സഞ്ചുചുംബ, അങ്ങയുടെ കൈകളെ ചുംബിച്ചു, എന്നിട്ട് പുളകം നേടി. സിന്ന തന്ന തനുവല്ലരീ തദനു കാപിനാമ പശുപാങ്കന, സിന്ന തന്ന വപു, ക്ഷീണിച്ച ശരീരത്തോടു കൂടി മറ്റൊരുവൾ, പശുപാങ്കന ഗോപസ്ത്രീ. കാന്തം അംസനവലംബതെ, കാന്തനായിട്ടുള്ള കൃഷ്ണൻ്റെ തോളിനെ ആശ്രയിച്ചു. കാന്തിപാര മുകുളേക്ഷണ, അങ്ങനെ കൈ കണ്ണുകളൊക്കെ കൂടി ക്ഷീണിച്ച് അങ്ങനെ തോളിൽ ചാഞ്ഞു. മറ്റൊരു സ്ത്രീയോ കാചിത് ആചലിത കുന്തള, തലമുടി കെട്ടഴിഞ്ഞ് കൈകളെ ചുംബിച്ചു. പക്ഷേ അത് പുറത്തേക്ക് തോന്നില്ല ചുംബിക്കുകയാണ് എന്ന്. കൈകളിൽ ചാഞ്ഞു എന്ന വ്യാജേന ചുംബിച്ചു. ശ്രദ്ധയാ വിരചിതാനുഗാനകൃത താരതാരമധുരസ്വരേ നർത്തനേ തലളിതാംഗകാരലുളിതാംഗകാര മണിഭൂഷണേ സമ്മതേന കൃതപുഷ്പവർഷമലമുന്മിഷ ദിവിഷദാങ്കുലം ചിന്മയേ ത്വയി നിലീയമാനമിവ സമ്മുമോഹസവധൂകുലം സിന്നസന്നതനു വല്ലരീതദനു കാപീനാമ പശുപാങ്കന കാന്തമം സമവലം പതയസ്മതവ താം ദിഭാരമുകുളേക്ഷണ കാചിദാചലിത കുന്തള നവപടീര സാരഖന സൗരഭം വഞ്ചനേന തവ സംചുചുംബമുജം അഞ്ചിതോരു പുളകാങ്കുര. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.